ശത്രു രാജ്യങ്ങൾക്ക് പ്രവേശനമില്ല. ഹോർമുസ് കടലിടുക്ക് തുറന്നു. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനേകം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യാന്തര സമുദ്രപാതയായ ഹോർമുസ് കടലിടുക്ക് ശത്രു രാജ്യങ്ങളുടേതല്ലാത്ത കപ്പലുകൾക്കായി തുറന്നു നൽകിയതായി ഇറാൻ. നിലവിലെ പ്രതിസന്ധികൾക്ക് കാരണം US ഇസ്രായേൽ ആക്രമണങ്ങളാണെന്ന് ഇറാൻ വിശദീകരിച്ചു. സമാധാനപരമായ നയതന്ത്ര നീക്കങ്ങൾക്കാണ് തങ്ങൾ മുൻഗണന നൽകുന്നതെന്ന് ഐക്യരാഷ്ട്രസഭയുടെ മാരിടൈം സംഘടനയിലെ ഇറാൻ പ്രതിനിധി അലി മൗസഫി വ്യക്തമാക്കി. കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാന്റെ വൈദ്യുത നിലയങ്ങൾ തകർക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെയാണ് ഇറാന്റെ ഈ നീക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് അവസാന നിമിഷം വരെ സീറ്റ് ഉറപ്പിച്ചതായി KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ്. അതിന്റെ ഭാഗമായി മുൻകരുതലോടെ എന്നോണമാണ് പോസ്റ്ററുകൾ അടിച്ചതെന്നും ദീപ്തി പറയുന്നു. മറ്റൊരാൾക്ക് എന്തെങ്കിലും ലഭിക്കുമ്പോൾ അതിനെ വെട്ടാൻ നോക്കുന്നതും അധികാര മോഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. താൻ നിൽക്കുന്ന പ്രദേശത്ത് താൻ മാത്രം മതിയെന്ന ചിന്ത. മറ്റൊരാൾ വളർന്നു വരാൻ പാടില്ല. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നതും അത്തരം അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ടെന്നും ദീപ്തി വെളിപ്പെടുത്തി. അമേരിക്ക പാകിസ്ഥാനെ ആക്രമിച്ചാൽ രണ്ടാമതൊന്ന് ആലോചിക്കാതെ ഞങ്ങൾ ഇന്ത്യയെ ആക്രമിക്കുമെന്ന വിവാദ പരാമർശവുമായി മുൻ പാക് ഹൈക്കമ്മീഷണർ അബ്ദുൾ ബാസിദ്. ഞങ്ങളുടെ മിസൈലുകൾ അമേരിക്കയിൽ എത്തില്ലായിരിക്കാം, എന്നാൽ മുംബൈയെയും ന്യൂഡൽഹിയെയും ആക്രമിക്കേണ്ടി വരും. നമ്മളത് ഒഴിവാക്കില്ല. നമ്മളെ ആക്രമിക്കാൻ ഉദ്ദേശിച്ചാൽ ഇന്ത്യയെ ആക്രമിക്കുകയല്ലാതെ പാകിസ്ഥാന് മറ്റു മാർഗങ്ങൾ ഉണ്ടാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നേമം മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ ആസ്തിയിൽ വൻ വർധനവ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സമർപ്പിച്ച കണക്കുകൾ പ്രകാരം അദ്ദേഹത്തിന്റെ ആകെ ആസ്തി 93.12 കോടി രൂപയായാണ് ഉയർന്നിരിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇത് 28.9 കോടി രൂപയായിരുന്നു. 2 വർഷത്തിനിടയിൽ 65 കോടി രൂപയുടെ വർധനവാണ് ആസ്തിയിൽ ഉണ്ടായിരിക്കുന്നത്. ഗുരുവായൂരിൽ വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ട് പ്രസംഗിച്ചെന്ന പരാതിയിൽ BJP നേതാവ് B. ഗോപാലകൃഷ്ണനെതിരെ ഗുരുവായൂർ പോലീസ് കേസെടുത്തു. ഗുരുവായൂരിൽ ഹിന്ദു MLA വരണമെന്ന വിഭജനപരമായ പ്രസ്താവനയ്ക്കെതിരെയാണ് നടപടി. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ U. ഖേൽക്കറുടെ നിർദ്ദേശപ്രകാരം തൃശൂർ ജില്ലാ കളക്ടറാണ് കേസെടുക്കാൻ ഉത്തരവിട്ടത്. സംസ്ഥാനത്ത് വരും മണിക്കൂറുകളിൽ കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അടുത്ത 3 മണിക്കൂറിൽ തിരുവനന്തപുരം ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം കൂടാതെ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി എന്നീ ജില്ലകളിലും ഇന്ന് മഴ ലഭിച്ചേക്കാം. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ദുബായ് വഴി ഇന്ത്യയിലേക്ക് നടത്തിയ വൻ സ്വർണ്ണക്കടത്ത് കേസിൽ കന്നഡ നടി രാണ്യ റാവുവിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചു. 1 വർഷത്തിനുള്ളിൽ 100 കോടിയിലധികം രൂപയുടെ നിയമവിരുദ്ധ സമ്പാദ്യം ഈ സംഘം ഉണ്ടാക്കിയതായാണ് EDയുടെ കണ്ടെത്തൽ. രാണ്യ റാവുവിനെ കൂടാതെ സഹായി തരുൺ കൊണ്ടൂരു, ബെല്ലാരി സ്വദേശിയായ സ്വർണ്ണ വ്യാപാരി സാഹിൽ സക്കറിയ ജെയിൻ എന്നിവരെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏവിയേഷൻ ഇന്ധന വിലയിലെ വർധനവിന്റെ ആഘാതം അടുത്ത മാസം 1 മുതൽ ദൃശ്യമാകുമെന്ന് കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. ഏപ്രിൽ 1 മുതൽ വിമാന കമ്പനികൾ ചെലവ് ചുരുക്കാൻ നിർബന്ധിതരാകേണ്ടി വരുമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി. ATF വിലകൾ എല്ലാ മാസവും 1-ാം തീയതിയാണ് തീരുമാനിക്കുന്നത്. അതിനാൽ ഏപ്രിൽ 1 മുതൽ അതിന്റെ ആഘാതം ദൃശ്യമായേക്കാമെന്നും മന്ത്രി വിശദീകരിച്ചു. ആഭ്യന്തര വിമാനയാത്രയുടെ നിരക്കിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം നീക്കി കേന്ദ്ര സർക്കാർ. നിരക്ക് പരിധി നിയന്ത്രണം മാർച്ച് 23 മുതൽ പിൻവലിക്കുമെന്ന് സിവിൽ വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. ഇതോടെ രാജ്യത്തെ വിമാനയാത്രയുടെ നിരക്ക് ഇതുമൂലം വർദ്ധിക്കാൻ സാധ്യതയേറുന്നു. വിപണി സാഹചര്യങ്ങൾക്കനുസരിച്ച് ടിക്കറ്റ് വില സുതാര്യവും നീതിയുക്തവുമായി നിലനിർത്തി. നിരക്കുകൾ നിശ്ചയിക്കുന്നതിൽ അച്ചടക്കം പാലിക്കണമെന്ന് വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു.
ഇസ്രായേലിന്റെ ആണവ കേന്ദ്രങ്ങളിൽ ഇറാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ ജനവാസ മേഖലകളിൽ വൻ നഷ്ടം. ശനിയാഴ്ച ഇറാന്റെ നതാൻസ് ആണവ കേന്ദ്രത്തിന് നേർക്ക് ഇസ്രായേൽ US സൈന്യം ആക്രമണം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇറാന്റെ ആക്രമണം. ഇസ്രായേലിന്റെ ആണവായുധ പദ്ധതിയുടെ കേന്ദ്രമെന്ന് കരുതപ്പെടുന്ന നെഗേവ് മരുഭൂമിയിലെ ഡിമോണ ആണവ നിലയത്തിന് തൊട്ടടുത്തുള്ള നഗരങ്ങളിലാണ് ഇറാന്റെ മിസൈൽ ആക്രമണം നടത്തിയത്. ജനേകം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.